കൃഷ്ണൻ പറഞ്ഞു, വെറുക്കാത്തവനോ ആഗ്രഹിക്കാത്തവനോ ആണ് യഥാർത്ഥ സന്യാസി എന്ന് അറിയപ്പെടേണ്ടത്. ദ്വന്ദ്വങ്ങളിൽ നിന്ന് മുക്തനായ അത്തരമൊരു വ്യക്തി ബന്ധനത്തിൽ നിന്ന് എളുപ്പത്തിൽ മോചനം നേടുന്നു. കർമ്മയോഗത്തിന്റെ പാത, കർമ്മയോഗം, ത്യാഗത്തിന്റെ പാത, സന്യാസം രണ്ടും ഒരേ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ കർമ്മയോഗത്തിന്റെ പാതയിൽ നടക്കുന്നവൻ കൂടുതൽ എളുപ്പത്തിൽ ലക്ഷ്യത്തിലെത്തുന്നു. സന്യാസവും പ്രവൃത്തിയും വ്യത്യസ്തമാണെന്ന് അജ്ഞർ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ജ്ഞാനികൾ രണ്ടും ഒന്നായി കാണുന്നു. അച്ചടക്കത്തിലൂടെയും ശുദ്ധീകരണത്തിലൂടെയും കർമ്മയോഗം പരിശീലിക്കുന്ന ഒരാൾ വേഗത്തിൽ പരമാത്മാവിനെ പ്രാപിക്കുന്നു. കൃഷ്ണൻ ഒരു പൊതു തെറ്റിദ്ധാരണ ഇല്ലാതാക്കുന്നു. വീട് വിട്ടുപോയതുകൊണ്ടോ ജോലി ഉപേക്ഷിച്ചതുകൊണ്ടോ നിങ്ങൾ സന്യാസിയാകുന്നില്ല. ഒരു യഥാർത്ഥ സന്യാസി എന്നത് ഒന്നിനെയും വെറുക്കാത്തവനാണ്, ഒന്നിനെയും ആഗ്രഹിക്കാത്തവനാണ്, ഇഷ്ടങ്ങളിലും അനിഷ്ടങ്ങളിലും കുടുങ്ങിപ്പോകാത്തവനാണ്. അത്തരം ആന്തരിക സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സന്യാസം. പ്രവൃത്തിയും ത്യാഗവും വ്യത്യസ്തമായി തോന്നുന്നു, എന്നാൽ രണ്ടും ഒരേ സത്യത്തിലേക്ക് നയിക്കുന്നു, കാരണം യഥാർത്ഥ യാത്ര ഉള്ളിലാണ്. സമാധാനം കണ്ടെത്താൻ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് ഓടിപ്പോകേണ്ടതില്ല. ആഗ്രഹത്തിന്റെയും വെറുപ്പിന്റെയും ആന്തരിക ശബ്ദം നിങ്ങൾ നീക്കം ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ മനസ്സ് സ്വതന്ത്രമാണെങ്കിൽ നിങ്ങളുടെ ലോകം ശാന്തമാകും. സന്യാസം എന്നത് ഉത്തരവാദിത്തങ്ങൾ ഉപേക്ഷിക്കുന്നതല്ല, അത് വൈകാരിക ഭാരം ഉപേക്ഷിക്കുന്നതാണ്. ശാന്തവും സന്തുലിതവുമായ മനസ്സോടെ കടമകൾ നിർവഹിക്കുക. ഈ പാത എളുപ്പവും പ്രായോഗികവും ഉന്നമനവുമാണ്. യഥാർത്ഥ സന്യാസം ആന്തരിക വേർപിരിയലാണ്. യഥാർത്ഥ യോഗ സ്ഥിരവും സമാധാനപരവുമായ പ്രവർത്തനമാണ്.